അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറഞ്ഞു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികളായ ആളുകൾ വിജയം കൈവരിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ മുഅ്മിനീങ്ങളായ ആളുകളുടെ അടയാളം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൈവരിക്കുന്ന ആളുകളുടെ അടയാളങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പറയുന്ന സൂറത്തായതുകൊണ്ട് തന്നെ ആ വിശുദ്ധമായ സൂറത്തിൽ നമുക്ക് വിജയിക്കാനുള്ള വഴികളെ കുറിച്ച് കൃത്യമായി കൊണ്ട് നമുക്ക് അത് അവതരിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസും മൻ കുന്ന ഫീഹി വജദ ഖലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവർ ഈമാനിന്റെ മാധുര്യം രചിച്ചു. എന്നിട്ട് അതിൽ പ്രധാനമായും നമ്മളോട് പറയുന്നത്, അല്ലാഹുവും അവന്റെ റസൂലും എല്ലാത്തിനേക്കാളും, ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാളും തുടങ്ങി നമ്മുടെ മക്കളെക്കാളും നമ്മുടെ ഭാര്യമാരെക്കാളും അങ്ങനെ എല്ലാവരെക്കാളും അല്ലാഹുവിനെയും അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്നേഹിക്കുന്ന കാലത്തോളം നാം ആരും സത്യവിശ്വാസിയാകുകയില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥമായ ഒരു മുഅ്മിൻ എന്ന് പറയുന്നത് അല്ലാഹുവിലും അവന്റെ പ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ വീണ്ടും അള്ളാന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, അവന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നാം ചെയ്യുന്നെങ്കിൽ നാമം യഥാർത്ഥ സത്യവിശ്വാസിയാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ അഹബ്ബ ലില്ലാഹി വ അബ്അദ ലില്ലാഹി വ അഅതാ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അഹബ്ബ ലില്ലാഹി വ അബ്അദ ലില്ലാഹി. ഒരാൾ അല്ലാഹുവിന് വേണ്ടി വല്ലതും ഇഷ്ടം വെക്കുകയാണെങ്കിൽ, വ അബ്അദ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി ഒരാൾ വെറുപ്പ് പ്രകടിപ്പിക്കുകയാണെങ്കിൽ, വ അഅതാ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വല്ലതും നൽകുകയാണെങ്കിൽ, വ മനഅ ലില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വല്ലതും തടയുകയാണെങ്കിൽ, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പരിപൂർണമായിരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി അവിടുന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ എൻ്റെ സത്യവിശ്വാസികളായ എൻ്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൻ്റെ ഹബീബ് അങ്ങനെയൊക്കെ പറഞ്ഞതിനോട് ചേർത്തിക്കൊണ്ട് പറയട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനുള്ള ആളുകളെ കുറിച്ചും അല്ലാത്ത ആളുകളെ കുറിച്ചും തമ്മിലുള്ള അന്തരങ്ങളിൽ നമ്മളോട് സൂചിപ്പിക്കുകയാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ്. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണ്? അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് അസ്സലാഹ്, അല്ലാഹുവിൽ നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ നിസ്കാരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഭയഭക്തിയുള്ള നിസ്കാരം കൊണ്ട് വിജയിക്കുന്ന ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ
മുഅ്മിനീങ്ങളായ ആളുകളെ നിസ്കാരത്തെ വിശുദ്ധ ഖുർആനിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മുനാഫിഖീങ്ങളായ ആളുകളുടെ നിസ്കാരത്തെ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ്. തീർച്ചയായും മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികളായ ആളുകൾ, അവർ അല്ലാഹുവിനെ വഞ്ചിക്കുന്ന ആളുകളാണ്. വഹുവ ഖാദിഉകും. എന്നാൽ യജമാനനായ നമ്മുടെ റബ്ബുണ്ടല്ലോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വഞ്ചകരെയും തിരിച്ചു വഞ്ചിക്കാൻ കഴിവുള്ളവനാണ്. ആരൊക്കെ എതിർ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ എതിരെ പ്രവർത്തിക്കാൻ അറിയുന്നവനാണ്. അവർക്കെതിരെ എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹ്. വഇദാ ഖാമൂ ഇലസ്സലാ. അങ്ങനെ അല്ലാഹുവിനെ വഞ്ചിക്കുന്ന കൂട്ടരെന്ന് പറഞ്ഞുകൊണ്ട് മുനാഫിഖിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, അവരങ്ങേനും നിസ്കാരത്തിലേക്ക് ഉന്നേറ്റു നിൽക്കുകയാണെങ്കിൽ ഖാമൂ കുസാലാ, അവർ മടിയന്മാരായിക്കൊണ്ട് നിസ്കാരത്തെ ഒരു ഭാരമായി കണ്ടുകൊണ്ട് അവർ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കും. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നിസ്കരിക്കുന്ന ആളുകളാണ്. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, അവർ അല്ലാഹുവിനെ സ്മരിക്കുന്നത് കുറച്ചു മാത്രമാണ്. അവർ അല്ലാഹുവിനെ സ്മരിക്കാതെ, എല്ലാത്തിൻ്റെയും അധിപനായ അല്ലാഹുവിനെ മനസ്സിൽ വെക്കാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുന്നവരാണെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിസ്കാരത്തെ കുറിച്ച് നാം ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിസ്കാരത്തിൽ ഭയഭക്തിയില്ലാതെ നമ്മൾ നിസ്കരിച്ചാൽ അത് അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ മുനാഫിഖീങ്ങളായി തീരും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ കുറഞ്ഞ ആളുകൾ മുനാഫിഖീങ്ങളായി വന്നപ്പോൾ അവരതാ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി എല്ലാ അമലുകളും ചെയ്യുന്നു. അവർ നിസ്കാരം ചെയ്യുന്നു, അവർ നിസ്കരിക്കുന്നു, അവർ നോമ്പനുഷ്ഠിക്കുന്നു, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെ അല്ലാഹുവിലേക്കുള്ള സമ്പൂർണമായ സമർപ്പണത്തോടുകൂടെ അല്ലാഹുവിന് വേണ്ടിയാണ് നാം ഇതൊക്കെ ചെയ്യുന്നതെന്ന ബോധമില്ലാതെയാണ് അവർ നിസ്കാരത്തിലേക്ക് കടക്കുന്നത്, ഇബാദത്തുകളിലേക്ക് അവർ കടക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ ആയത്തിൽ അല്ലാഹു നമ്മളോട് പറയുന്നത്, അതെ വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ ഖുസാലാ, അവർ നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിന്നാൽ മടിയരായിക്കൊണ്ട് അവർ നിസ്കരിക്കുന്നു എന്നാണ്. അല്ലാഹു എത്ര അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അല്ലാഹു നമുക്ക് എന്തെല്ലാം നന്മകൾ തന്നിട്ടുണ്ട്. ഓ എൻ്റെ മുഅ്മിനേ, നിസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന നാം നല്ല പരിപൂർണമായ ഇഖ്ലാസോടുകൂടെ, നല്ല ആത്മാർത്ഥതയോടെ, തഖ്വയോടെ നമ്മൾ അവനിലേക്ക് മുന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ പരാജയത്തിലേക്കാണെന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഞാനും നിങ്ങളും, നാം ഓരോ മുഅ്മിനീങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് അവനിലേക്ക് പരിപൂർണമായി സമർപ്പണ ബോധ്യത്തോടുകൂടെ നാം എഴുന്നേറ്റു നിൽക്കണം. അപ്പോഴാണ് നാമൊക്കെ യഥാർത്ഥമായി അവനിലേക്ക് നിസ്കരിക്കുന്ന, യഥാർത്ഥമായ ഭയഭക്തിയുള്ള നിസ്കാരത്തിന്റെ ആളുകളാകുന്നത്. അതെ, അസ്സലാത്തു മുനാജാത്തുൽ അബ്ദി ലിറബ്ബിഹി. ഒരു അടിമയായ മനുഷ്യൻ അല്ലാഹുവിലേക്ക് ചെയ്യുന്ന അഭിമുഖമാണ്, സംഭാഷണമാണ് നിസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിസ്കാരത്തിലേക്ക് നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ നിസ്കാരത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണം. അവൻ എന്തെല്ലാം തന്നു നോക്കിയേ. നമ്മൾ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു പറയുകയാണ്,
നമ്മൾ ഓരോ തെറ്റ് ചെയ്ത് പിന്നെയും 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 തെറ്റിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് അല്ലാഹു പറയുകയാണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിക്കണം, അതേ ആ നിസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവുമ്പോൾ യജമാനനായ അല്ലാഹുവിലേക്കുള്ള സമർപ്പണമാണെന്ന ബോധത്തോടുകൂടെ ആ ഒരു രൂപത്തിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് നാം നിസ്കാരത്തിലേക്ക് കടക്കാറുണ്ടോ? നിസ്കാരത്തിലുള്ള അമലുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ, ഒരുപാട് നല്ല നന്മകൾ കൈവരിക്കാൻ നമുക്ക് സാധിക്കില്ലേ? അതെ, അല്ലാഹുവിന്റെ നിസ്കാരത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ആ നിസ്കാരത്തിൽ പരിപൂർണമായി ശ്രദ്ധിച്ചുകൊണ്ട് നാം നിസ്കാരത്തിലേക്ക് കടക്കണം. നല്ല ഭയഭക്തിയുള്ളവരായിക്കൊണ്ട് അതേ നിസ്കാരം എൻ്റെ നമ്മുടെ റബ്ബിലേക്കുള്ള സംഭാഷണമാണെന്ന രൂപത്തിൽ ആ നിസ്കാരത്തിലേക്ക് നാം കടക്കണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ.